എന്താണ് മനോഭാവം? മനോഭാവമാണെല്ലാം എന്ന് പലപ്പോഴും പറയാറുണ്ട്. മനോഭാവത്തിനെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം നമ്മുടെ ചിന്തകളാണ്. നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? ചിന്തകൾ പോസിറ്റീവും നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ വരും. ധാരാളം ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. നമ്മൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതിനെ പറ്റി ഒബ്സർവ് ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല, പക്ഷെ സാധിക്കുന്ന ഒരു കാര്യമാണ്. പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വന്നു കഴിഞ്ഞാൽ പോസിറ്റീവായിട്ടുള്ള ഒരു മനോഭാവം ഉണ്ടാവും. ഈ മനോഭാവമാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള വികാരങ്ങൾ ഉണ്ടാക്കുകയും പോസിറ്റീവായിട്ടുള്ള പ്രവർത്തനങ്ങളിലോട്ട് ബിഹേവിയറിലോട്ട് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. അപ്പോൾ ചിന്തകളെ സ്വാധീനിക്കുന്ന ചുറ്റുപാടുകൾ എപ്പോഴും ഉണ്ടാകും. ആ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട പ്രധാനപ്പെട്ട കാര്യം ഏത് തരം ചിന്തകളാണ് ഈ ചുറ്റുപാടുകൾ നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവരുന്നതെന്നുള്ളതാണ്. അത് നമ്മളെ വളർച്ചയിലോട്ട് നയിക്കുന്നതാണോ അത് നമ്മളുടെ തിരുത്തലുകൾ ആവശ്യപ്പെടുന്നതാണോ എന്നുള്ളതാണ് ചോദ്യം. പലപ്പോഴും നമ്മളൊരു സ്ഥിരമായിട്ടുള്ളൊരു ശൈലി നമ്മുടെ ചിന്തകളിലും വികാരങ്ങളിലും പെരുമാറ്റത്തിലും നമ്മൾ രൂപപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് അത് മാറ്റുന്നത് അത്ര എളുപ്പമായിരിക്കില്ല. പക്ഷെ വേണമെങ്കിൽ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. നമ്മുടെ സ്വഭാവ ശൈലികളിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ ഈ സ്വഭാവങ്ങൾ നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലോട്ട് എത്തിക്കുന്നില്ലെങ്കിൽ, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യക്തതയില്ലെങ്കിൽ അതെല്ലാം തിരുത്തി വേണ്ടുന്നുള്ള പുതിയ സ്വഭാവ ശൈലികളെ രൂപവൽക്കരിക്കാനായിട്ട് നമുക്ക് നമ്മുടെ ചിന്തകളെ ഒബ്സർവ് ചെയ്യണം, നമ്മുടെ വികാരങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ പെരുമാറ്റ ശൈലികളെ നമ്മൾ തിരുത്തുകയും വേണം. അങ്ങനെ പോസിറ്റീവായിട്ടുള്ളൊരു മനോഭാവം നമുക്ക് സൃഷ്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും. വളർച്ചയുടെ ഒരു മനോഭാവമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അതല്ലാതെ ഒരു സ്ഥിരമായിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റാണ്.